പ്രയാസം. അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടിയാണ് ഈ വരണം എന്ന് പറഞ്ഞ സമയത്ത് രണ്ടാമത്തെ കുട്ടി യാതൊരു മടി കൂടാതെ അച്ഛൻ്റെ അടുത്ത് കൂടിയെത്തുന്നു. എല്ലാ കാര്യങ്ങളും കാര്യങ്ങളാണ്. കുറെ കാര്യങ്ങൾ നമ്മൾ അന്താനും പഠിക്കേണ്ടത് അല്ലേ? പഠിക്കേണ്ടതില്ലേ? ആഗോള സംഘടനയായ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ജൂനിയർ ആയിട്ടുള്ള ആളുകളാണ്, കുട്ടികളാണ് നിങ്ങൾ ജയാസി കാഡമികൾ. ഒരു 25-30 വർഷത്തിന് ശേഷം ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ വരുന്നത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? എന്താണ് ഉത്തരം പറയുക? ഇല്ലേ? ഇല്ല. 25 വർഷത്തിന് ശേഷം ഒരു IAS ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ ഇതുപോലത്തെ സമ്മേളനത്തിലേക്ക് വരും എന്ന് ചിന്തിക്കുന്നവരൊക്കെയാണ്. എന്ത് സ്വപ്നം കാണുന്നത്? MA യൂസഫ് അലി കേരളത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ പഠിച്ച സ്കൂളിൽ വന്ന് അവിടെ കിട്ടുന്ന സ്വീകരണം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ലേ ഒരു MA യൂസഫ് അലി ആയിട്ടുണ്ടെങ്കിൽ ഒരു MB യൂസഫ് അലി ആയിട്ട് വരാൻ തോന്നുന്നില്ലേ? MA യൂസഫ് അലി ഇങ്ങനെ വരുന്ന ചിന്തിച്ചിരുന്നോ? ഇല്ല. ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം നിങ്ങളെ ട്യൂൺ ചെയ്യാൻ വേണ്ടി റേഡിയോ നമ്മൾ സ്റ്റേഷൻ ട്യൂൺ ചെയ്യാണ് അല്ലെ? ഇതേപോലെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ക്യാമ്പുകൾ. ഞങ്ങൾക്കൊന്ന് ട്യൂണിങ് കിട്ടാത്തവർ, ഞങ്ങളെ തലമുറയ്ക്കൊന്നും ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞങ്ങൾ നാളെ എന്താവണം എന്താവുന്ന ഒരു സ്വപ്നവും ഞങ്ങളോട് ആരും പറഞ്ഞു തരാൻ കഴിയില്ല. ആ ഒരു കാലത്ത് പഠിച്ചവരാണ് ഞങ്ങളൊക്കെ. പക്ഷെ ഇന്ന് നിങ്ങൾ നാളെ എന്താവണം? 7ാം ക്ലാസ്സിലെ IAS കോച്ചിങ്, 7ാം ക്ലാസ് IAS കോച്ചിങ് കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. കോഴിക്കോട് ദൂരം പോകാൻ കോഴിക്കോട് പോയി 7ാം ക്ലാസ് കുട്ടികൾ പഠിക്കാം. എനിക്കറിയാം അല്ലെ? നമ്മൾ എന്താവണം എന്ന് നമ്മൾ